സഹോദരനാണെന്നോ മക്കളാണെന്നോ മാതാപിതാക്കളാണെന്നോ എന്തെങ്കിലും ചിന്തിക്കുവോ? ഇന്ന് കടപ്പാടുകൾ മറന്ന് മാതാപിതാക്കളെ പോലും അവഗണിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകുന്നില്ലേ? ഒരു ക്രിസ്തീയ ഭവനത്തിൽ നടന്ന ഒരു സംഭവം വാർത്തയായിട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം. കുന്നംകുളത്ത് നടന്നതാണ്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിൽ മുറ്റത്തുറങ്ങി അച്ഛൻ മടങ്ങി. തോമസ് റോസിലി ദമ്പതികൾ പ്രായമായി ക്ഷീണമായി മക്കൾക്ക് വേണ്ട. മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പനെയും അമ്മയും രണ്ട് അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കി. ഇതുവരെയും ഒരുമിച്ച് കഴിഞ്ഞവരാ. അഗതി മന്ദിരത്തിലായി എന്നുള്ളതല്ല, രണ്ട് മന്ദിരങ്ങളിലായി ആകപ്പെട്ടതാണ് അവരുടെ ജീവിതത്തെ ഏറ്റവും വിഷമിപ്പിച്ചത്. റോസിലി അഗതി മന്ദിരത്തിലായതിനു ശേഷം 3.5 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ ആദ്യമായിട്ട് കണ്ടു, ചേതനേറ്റ ശരീരത്തിന്റെ മുൻപിൽ. അയാൾ മരിച്ചു. അഗതി മന്ദിരത്തിലെ ആളുകൾ മകനെ വിളിച്ചു പറഞ്ഞു, വീട്ടിലോട്ട് കൊണ്ടുവരിക. മകനും ഭാര്യയും വീട് കൂട്ടി ഇറങ്ങി. അഗതി മന്ദിരത്തിലെ ആളുകൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. പള്ളിക്കാരും നാട്ടുകാരും കൂടി അവിടെ പ്രാർത്ഥന നടത്തി. അതിന്റെ തലക്കെട്ടാണ്: മുട്ടിയിട്ടും തുറക്കാത്ത വാതിലിൽ മുറ്റത്തുറങ്ങി അച്ഛൻ മടങ്ങി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ അവസാനം ആ മനുഷ്യന്റെ ചേതനേറ്റ ശരീരം പോലും കൊണ്ടുവരാൻ മകൻ അനുവദിച്ചില്ല. എന്തൊരു ക്രൂരനാണ്! ഒരു കോട്സ് ഈയിടെ വായിക്കാനിടയായി: Parents do not need your tears when they die. They need your love, care, hug, laughter when they still alive. അമ്മമാരൊന്നും മാതാപിതാക്കളൊന്നും നമ്മൾ മരിക്കുമ്പോൾ കരയണമെന്ന് അവർ ആഗ്രഹിക്കുന്നേ ഇല്ല. അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഒന്ന് സ്നേഹിക്കണമെന്നും ഒന്ന് കരുതണമെന്നും അവരുടെ മുൻപിൽ ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്ന്, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. അന്നേരം ഒന്നും ചെയ്യാതെ മരിച്ചു കിടക്കുമ്പോൾ ശവത്തിൽ പൂമാല ചാർത്തിയിട്ട്